സോൾ എക്സ്പ്രഷനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയുന്നത് ഒരു മോഡലിൻ്റെ സൗന്ദര്യം എങ്ങനെ കാത്തു സൂക്ഷിക്കുന്നു എന്നാണ്. നമുക്ക് പ്രായമേറും തോറും നമ്മുടെ ശരീരത്തിലെ തൊലിക്ക് ചുളിവുകൾ സംഭവിക്കുകയും നിറമാറ്റം സംഭവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് മോഡലുകൾ അവരുടെ ഷോയ്ക്ക് മുൻപായി 9 അല്ലെങ്കിൽ 10 മണിക്കൂർ ഉറങ്ങുന്നു. ഇത് കാരണം അവരുടെ ശരീരത്തിലെ തൊലിക്ക് നല്ല ആരോഗ്യവും ഒരു തരം തിളക്കവും ലഭിക്കുന്നു. ഉറങ്ങുന്നത് മൂലം നമ്മുടെ ശരീരത്തിൽ മെലാട്ടോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. മെലാട്ടോൺ എന്ന ഹോർമോണിന് പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട്. ഇത് വളരെയധികം ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയ ഒരു തരം ഹോർമോണാണ്. മെലാട്ടോൺ എന്ന ഹോർമോണിന് വേറെയും പല ഗുണങ്ങളുണ്ട്. പ്രതിരോധ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നു. ക്യാൻസറിനെ തടയുന്ന ഒരു ഘടകം ഇതിലുണ്ട്. സ്വാഭാവികമായി ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. അൾഷിമേഴ്സ് രോഗത്തിൻ്റെ സാധ്യത കുറയ്ക്കുന്നു. അസ്ഥിക്ഷയം തടയുന്നു. ഹൃദ്രോഗത്തിനെതിരെ പ്രവർത്തിക്കുന്നു. 30 വയസ്സ് കഴിഞ്ഞാൽ മെലാട്ടോണിൻ്റെ ഉൽപ്പാദനം കുറയും. ഇത് നികത്താൻ നാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സന്തുലിതമായ ഭക്ഷണരീതി, കൂടുതൽ കാൽസ്യമുള്ള ഭക്ഷണം, ദിവസവും കുറഞ്ഞ തോതിൽ സൂര്യപ്രകാശം ഏൽക്കുക, ആവശ്യത്തിന് ഉറങ്ങുക, മാനസിക പിരിമുറുക്കം, മദ്യം, പുകവലി, കഫീൻ എന്നിവ ഒഴിവാക്കുക. വാർദ്ധക്യത്തെ തടഞ്ഞു നിർത്തുന്ന ചില മനോഭാവങ്ങളുണ്ട്. ശരീരത്തിൻ്റെ യൗവനം കാത്തുസൂക്ഷിക്കാനുള്ള ഏറ്റവും പ്രധാന മാർഗം മനസ്സിനെ ഊർജ്ജസ്വലമാക്കി വയ്ക്കുക എന്നതാണ്. നമ്മുടെ ജീവിതത്തിലുടനീളം പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും അതിന് കീഴടങ്ങാതിരിക്കുക. പോസിറ്റീവ് മനോഭാവം, ഉയർന്ന അളവിലുള്ള വൈകാരിക അവബോധം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വെല്ലുവിളികൾ പോസിറ്റീവ് മനോഭാവത്തോടെ അഭിമുഖീകരിക്കുന്നവർക്ക് വൈകാരികതയെ പക്വമായി കൈകാര്യം ചെയ്യാൻ കഴിയും. അവർക്ക് നല്ല ആയുസ്സുണ്ടായിരിക്കും. 2014 ലോകത്ത് ജീവിച്ചിരുന്ന ഏറ്റവും പ്രായമുള്ള ആളായിരുന്നു അലക്സാണ്ടർ ഇമിച്ച്. പ്രായം 111. ദീർഘായുസ് നൽകുന്ന മികച്ച ജനിതക ഘടകങ്ങൾ തന്നിലുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു. നല്ലൊരു ദീർഘായുസ് നേരുന്നു. ഓക്കേ.